അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. നിശബ്ദത പോലുമന്നു നിശബ്ദമായി. വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ നിഴലുകൾ മാതിരി. ഇത്തിരി ചാണകം തേച്ചവറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ? വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ. വാരിയെടുത്തെന്നെയുമ്മ വെച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുവീർപ്പിടുന്നതെന്തിങ്ങനെ? ഒന്നുമെനിക്കു മനസ്സിലായില്ല. അച്ഛനിന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ. എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ. പച്ചപ്പിലാവിലെ തൊപ്പിയും വെച്ചുകൊണ്ടച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈ തട്ടി മാറ്റി പതുക്കെ എൻ മാതുലൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി. കണ്ണീർ അയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ് അച്ഛനിന്നുണരാത്തതെന്നെ എടുത്തയാളോടു ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ നെഞ്ചകം പിന്നി പറഞ്ഞു മറുപടി. ഏതാണ്ട് അപകടമാണ് അച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചുപോയി. ആലപ്പുഴയ്ക്ക് പോയെന്നു കേൾക്കുന്നതു പോലൊരു തോന്നലുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ഓറഞ്ചു കൊണ്ടെത്തരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ. മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതെപ്പോഴും? ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കൊണ്ട് കളഞ്ഞതെൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി. കുട്ടനെ ഇട്ടേച്ചു പോയതെന്തിങ്ങനെ? അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളൂ. നിന്നച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ട് പുതപ്പിച്ചിതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ. ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി. തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നി തൻ ജ്വാലകൾ. ആ ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ. എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ? ഒന്നും മനസ്സിലായില്ല എനിക്കപ്പോഴും. ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ. ആ രംഗമിപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു.